ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്ന് അമേരിക്കൻ പൗരന്മാരാകാൻ വർഷങ്ങളോളം കാത്തിരുന്ന ഒരു കൂട്ടം ആളുകൾക്ക് കഴിഞ്ഞ ശനിയാഴ്ച വിർജീനിയയിലെ US ഇമിഗ്രേഷൻ ഓഫീസിൽ നേരിടേണ്ടി വന്നത് കടുത്ത നിരാശയാണ്. അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷത്തിനായി ഓത്ത് ഓഫ് എലീജിയൻസ് അഥവാ കൂറ് സത്യപ്രതിജ്ഞയ്ക്കായി അവർ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു. രാവിലെ തങ്ങളുടെ നാച്ചുറലൈസേഷൻ നോട്ടീസുകളുമായി അവർ സുരക്ഷാ പരിശോധനകൾ കഴിഞ്ഞ് ചെക്ക് ഇൻ ഡെസ്കിൽ ക്യൂ നിന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ വലത് കൈ ഉയർത്തി അവർ അമേരിക്കൻ ഐക്യനാടുകളോടുള്ള കൂറ് സത്യം ചെയ്യും. ആ നിമിഷം മുതൽ അവർ അമേരിക്കൻ പൗരന്മാരാകും. ചെറിയ അമേരിക്കൻ പതാകകളുമായി സന്തോഷത്തോടെ പുറത്തു വരാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ഓരോരുത്തരും. എന്നാൽ അവരുടെ ആവേശം പെട്ടെന്ന് നിരാശയിലേക്ക് വഴിമാറി. ഓഫീസിലെ ഉദ്യോഗസ്ഥർ നൽകിയ ദുഃഖകരമായ വാർത്ത ഇതായിരുന്നു: സർക്കാർ അടച്ചിടൽ കാരണം ചടങ്ങ് റദ്ദാക്കിയിരിക്കുന്നു. ഏറ്റവും വിചിത്രമായ കാര്യം, ഈ വിവരം നേരത്തെ ആർക്കും തന്നെ ഇമെയിലായോ ഫോൺ കോളായോ ലഭിച്ചിരുന്നില്ല എന്നതാണ്. പ്രവേശന കവാടത്തിലെ ജീവനക്കാർ പോലും ഇക്കാര്യം അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് ഇവരെ അകത്തേക്ക് കടത്തിവിട്ടത്. പരിശോധനകൾക്കായി US സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസിന്റെ വെബ്സൈറ്റ് തുറന്നു നോക്കിയപ്പോൾ അത് താൽക്കാലികമായി പ്രവർത്തനരഹിതമായിരിക്കുന്നു. പിന്നീട് വെബ്സൈറ്റ് വീണ്ടും പ്രവർത്തനക്ഷമമായപ്പോൾ കണ്ടത് ഞെട്ടിക്കുന്ന വിവരമാണ്. തങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ അപ്രതീക്ഷിതമായ സാഹചര്യങ്ങൾ കാരണം റദ്ദാക്കിയിരിക്കുന്നു എന്നാണ് വെബ്സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ട വിവരം. അമേരിക്ക പൗരത്വം നേടുന്നതിന്റെ അവസാന ഘട്ടം ആഘോഷിക്കാൻ ഒരുമിച്ചെത്തിയ കുടുംബങ്ങൾ ആശങ്കയോടെയും അനിശ്ചിതത്വത്തോടെയുമാണ് മടങ്ങിയത്. ഹിജാബ് ധരിച്ച ഒരു സ്ത്രീ തന്റെ വസ്ത്രധാരണം കാരണമാണോ റദ്ദാക്കലെന്ന് ആശങ്കപ്പെട്ട സംഭവം പോലും ഉണ്ടായിട്ടുണ്ട്. വർഷങ്ങളോളം നീണ്ട പരിശ്രമങ്ങൾക്കും പരീക്ഷകൾക്കും ശേഷം ഈ ഘട്ടത്തിലെത്തിയവർക്ക് ഇത് വെറും കാലതാമസമല്ല, മറിച്ച് തങ്ങളുടെ ജോലിയെയും ജീവിത പദ്ധതികളെയും ബാധിക്കുന്ന ഒരു പ്രതിസന്ധിയാണ്. സാധാരണഗതിയിൽ ഇമിഗ്രേഷൻ സേവനം അപേക്ഷാ ഫീസുകളെ ആശ്രയിക്കുന്നതിനാൽ സർക്കാർ അടച്ചിടൽ ഇതിനെ ബാധിക്കാറില്ല. എന്നാൽ USCIS ഡയറക്ടർ ജോസഫ് എഡ്ലോ എക്സിലൂടെ അറിയിച്ചത് അഭിമുഖങ്ങൾ, നാച്ചുറലൈസേഷൻ ചടങ്ങുകൾ പോലുള്ള പൊതുജനങ്ങളെ നേരിടുന്ന സേവനങ്ങൾ വൈകാൻ സാധ്യതയുണ്ടെന്നാണ്. നിയമം അനുസരിക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചിലർ വർഷങ്ങളോളം രേഖകളും അഭിമുഖങ്ങളും തയ്യാറെടുപ്പുകളും നടത്തിയാണ് ഈ ഘട്ടത്തിലെത്തിയത്. പൗരത്വ പരീക്ഷയ്ക്കും അവർ തയ്യാറെടുത്തിരുന്നു. എന്നാൽ ഇപ്പോൾ എല്ലാവരും ഒരു പ്രതിസന്ധിയിലായിരിക്കുകയാണ്. പൗരത്വ ചടങ്ങുകൾ റദ്ദാക്കിയതിന് പുറമെ ഇന്ത്യക്കാരെ ബാധിക്കുന്ന മറ്റ് ഇമിഗ്രേഷൻ നടപടിക്രമങ്ങളിലും വലിയ കാലതാമസം നേരിടുന്നുണ്ട്. ഈ സർക്കാർ ഷട്ട്ഡൗൺ കാരണം H-1B വിസ നടപടിക്രമങ്ങളും സ്തംഭിച്ചു. തൊഴിൽ വകുപ്പ് നിർണായകമായ ലേബർ കണ്ടീഷൻ ആപ്ലിക്കേഷൻസ് നൽകുന്നത് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇതിനർത്ഥം പുതിയ H-1B വിസകൾ നൽകാനോ തൊഴിൽ മാറ്റങ്ങൾ പ്രോസസ് ചെയ്യാനോ നിലവിലെ സ്റ്റാറ്റസ് മാറ്റങ്ങൾ സാധ്യമാക്കാനോ കഴിയില്ല എന്നാണ്. ഷട്ട്ഡൗണിന് മുമ്പ് LCA അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇതിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയൂ. വിസ നടപടിക്രമങ്ങൾക്ക് പുറമെ ട്രംപ് ഭരണകൂടത്തിന്റെ പുതിയ നയങ്ങളും ഇന്ത്യൻ കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. H-1B L-1 പോലുള്ള താൽക്കാലിക വർക്ക് വിസകളിൽ അമേരിക്കയിലെത്തുന്നവരുടെ കുട്ടികൾക്ക് ജനനം കൊണ്ട് പൗരത്വം ലഭിക്കില്ല എന്ന നയമാണിത്. ഗ്രീൻ കാർഡ് ക്യൂവിലുള്ള 1 മില്യണിലധികം ഇന്ത്യക്കാരെ ഇത് ബാധിക്കും. കാരണം മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഗ്രീൻ കാർഡ് അല്ലെങ്കിൽ അമേരിക്കൻ പൗരത്വം ഇല്ലെങ്കിൽ അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ഓട്ടോമാറ്റിക്കായി പൗരത്വം ലഭിക്കില്ല. ഒക്ടോബർ 1 തുടങ്ങിയ റിപ്പബ്ലിക്കൻ ഡെമോക്രാറ്റിക് പാർട്ടികളുടെ ഫണ്ടിംഗ് തർക്കം കാരണം 7 ലക്ഷത്തിലധികം ഫെഡറൽ ജീവനക്കാർക്കാണ് ശമ്പളമില്ലാതെ അവധിയെടുക്കേണ്ടി വന്നിരിക്കുന്നത്. കഴിഞ്ഞ 9 മാസത്തിനിടെ US ഇമിഗ്രേഷൻ നയങ്ങളിൽ വന്ന നിരവധി മാറ്റങ്ങൾക്ക് പിന്നാലെയാണ് ഈ സർക്കാർ അടച്ചിടൽ പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത്. വാഷിംഗ്ടണിലെ ഈ രാഷ്ട്രീയ പ്രതിസന്ധിയുടെ ഫലങ്ങൾ അമേരിക്കയെ തങ്ങളുടെ സ്വന്തം വീടാക്കാൻ ആഗ്രഹിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ ദൈനംദിന ജീവിതത്തെയും ഭാവിയെയും കാര്യമായി ബാധിക്കുന്നുണ്ട്.